ഹായ് ഫ്രണ്ട്സ്, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കമ്പോണൻസ് ആണ് കാണാൻ കഴിയുക. ഒന്ന് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ്ങും മറ്റൊന്ന് പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും. ഇപ്പോൾ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് അല്ലാത്ത ആരൊക്കെയാണോ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആവാം. അപ്പോൾ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് അല്ലാത്ത ആളുകൾ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ മൊത്തത്തിൽ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കമ്പനിയുടെ ഫൗണ്ടേഴ്സ്, ആ കമ്പനി ഉണ്ടാക്കിയതാരാണോ അവർ, അതുകൂടാതെ അവരുടെ റിലേറ്റീവ്സ്, അതുകൂടാതെ അവരുടെ അസോസിയേറ്റഡ് കമ്പനീസ്, അവരുടെ തന്നെ സ്വന്തം വേറെ കമ്പനികളും ഇതിൽ പ്രൊമോട്ടർമാരായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ പ്രൊമോട്ടർമാരായിട്ടുണ്ടാവാം. അവരെയൊക്കെ അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷെയർ ഹോൾഡിംഗ് ആണ്. കാരണം അവരാണ് ഈ കമ്പനിയുടെ ഫോർമേഷന് സഹായിച്ചിട്ടുള്ളത്. അവർ കമ്പനിയുടെ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെയധികം താല്പര്യമെടുക്കുന്നവരായിരിക്കും പൊതുവെ പ്രൊമോട്ടേഴ്സ്. എന്നാൽ ഇവയിലൊന്നും പെടാത്ത വേറൊരു വിഭാഗമുണ്ട്, അവരാണ് നമ്മളെ ഇൻസൈഡർ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസൈഡർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹൈ പ്രൊഫഷണൽസ്, ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവർ, അതേപോലെ ആ കമ്പനിയിലുള്ള പ്രധാനപ്പെട്ട പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഓഫീസേഴ്സ്, ഇങ്ങനെ ആ കമ്പനിയുടെ കീ ലെവലിൽ ഡിസിഷൻ മേക്കിംഗ് ലെവലിലൊക്കെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻസൈഡേഴ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇൻസൈഡർ ഓണർഷിപ്പ് കൂടുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും എന്നാണ് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് വിലയിരുത്തുന്നത്. കാരണം അവർ പ്രൊമോട്ടേഴ്സ് അല്ല, പക്ഷേ അവരാണ് ആ കമ്പനിയുടെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പ് നോളജ് ഉള്ളവരും, കൂടാതെ ആ കമ്പനിയിൽ നടക്കുന്ന എല്ലാ ഇൻസൈഡായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയുന്നവരായിരിക്കും ഈ പറയുന്ന ഇൻസൈഡേഴ്സ്. ഒരുപക്ഷെ പ്രൊമോട്ടേഴ്സിനേക്കാളും കമ്പനിയെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയവരായിരിക്കും. അപ്പോൾ അവരുടെ ഷെയർ ഹോൾഡിംഗ് ഒരു കമ്പനിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. ഇൻസൈഡർ ഓണർഷിപ്പ് വളരെയധികമുള്ള ടോപ്പ് 10 കമ്പനികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസൈഡർ ഓണർഷിപ്പ് കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് NSE വെബ്സൈറ്റുകളിലുമൊക്കെ ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ യാഹൂ ഫിനാൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇന്ത്യയിലുള്ള 10 ഗ്രോത്ത് കമ്പനീസ്, ഹൈ ഇൻസൈഡർ ഓണർഷിപ്പുള്ള 10 ഗ്രോയിങ് കമ്പനികളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലിസ്റ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആ ലിസ്റ്റിൽ ഏറ്റവും അധികം ഇൻസൈഡർ ഓണർഷിപ്പുള്ള ഒരു സ്റ്റോക്ക് ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ആണ്. 2011 രൂപം കൊണ്ട ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും നെക്സ്റ്റ് ജനറേഷൻ IT സൊല്യൂഷൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ കാണുന്ന ഇൻസൈഡർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 32.5%. ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 1581 രൂപ വരെ പോയിരുന്നു. ഇപ്പോൾ കറണ്ട് പ്രൈസ് 95 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ 16% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 53.1, മീഡിയൻ PE 61.6 ആണ്. മീഡിയം PEയേക്കാൾ താഴെ നമുക്കൊരു ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. ഈ കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 18% ഉണ്ട്. എന്നാൽ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ ക്വാർട്ടറുകളിൽ വളരെ സിംഗിൾ ഡിജിറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ IT സെക്ടറുകളിൽ ഉണ്ടായിട്ടുള്ള അണ്ടർ പെർഫോമൻസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഐതർ ഇൻഡസ്ട്രീസ് ആണ്. ഇത് 2013 ഫോം ചെയ്ത സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഒരു ഇൻസൈഡർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 31.1% ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഹൈ പ്രൈസ് 1211 വരെ പോയിരുന്നു. ഇപ്പോൾ കറണ്ട് പ്രൈസ് 949 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 11.4% ഡൗൺ ആയിട്ട് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 127 എന്ന് പറയുന്ന വളരെ ഹൈ ആയിട്ടുള്ള ഒരു PE ആണ്. എന്നാൽ 3 വർഷത്തെ ഒരു മീഡിയൻ PE നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 91.9 ആണെന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ PE താഴോട്ടേക്ക് വന്നിട്ടില്ല, അത് എപ്പോഴും ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 21.2 എന്ന പെർസെൻറ്റേജ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ -5% ആയിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് -24% ആയിരുന്നു. അതായത് ഈ കെമിക്കൽ സെഗ്മെൻറ്റിൽ നമുക്കറിയാം മൊത്തത്തിൽ എല്ലാ സ്റ്റോക്കുകളും അണ്ടർ പെർഫോമിങ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കും താഴോട്ടേക്ക് പോയിട്ടുണ്ട്.
മൂന്നാമത്തെ സ്റ്റോക്ക് കിർലോസ്കർ ന്യൂമാറ്റിക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പൂനെ ബേസ്ഡ് ആയിട്ടുള്ള കിർലോസ്കർ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും കംപ്രഷൻ ആൻഡ് ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, കൂടാതെ ലോജിസ്റ്റിക് മേഖലയിലും ഒക്കെയുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഒരു ഇൻസൈഡർ ഓണർഷിപ്പ് 30.3% ആണെന്ന് കാണാം. 1455 വരെ ഇതിൻ്റെ പ്രൈസ് പോയിരുന്നു. കറണ്ട് പ്രൈസ് 1325 അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 8.94% ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 57.9 മീഡിയൻ PE 33.5 എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 15.9% സെയിൽസ് ഗ്രോത്ത് 12%, പ്രോഫിറ്റ് ഗ്രോത്ത് മോശമല്ലാത്ത 34% നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ സ്റ്റോക്കും ഒരു ഗ്രോയിങ് സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ സ്റ്റോക്ക് പ്രീകോൾ ലിമിറ്റഡ് ആണ്. ഇത് പ്രധാനമായിട്ടും ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റിലും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ടും നല്ല റിലേഷൻഷിപ്പിലുള്ള കമ്പനിയാണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ ഒരു ഇൻസൈഡർ ഓണർഷിപ്പ് 25.5% ആണെന്ന് കാണാം. ഓൾ ടൈം ഹൈ പ്രൈസ് 542 ആണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 473 ആണെന്ന് കാണാം. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 12% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 37.3 മീഡിയൻ PE 32.3 ഇൻഡസ്ട്രി PE 35.1 അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 12.3% കാണാൻ കഴിയും. സെയിൽസ് ഗ്രോത്ത് 14%, പ്രോഫിറ്റ് ഗ്രോത്ത് 20%, വളരെ ഡീസൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് രംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണിത്. ഇന്ത്യയിലുള്ള ലീഡിംഗ് ബ്രാൻഡഡ് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, അതുപോലെ ഹോം അപ്ലയൻസസ്, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറാസ്, കൂടാതെ മൊബൈൽ ഫോൺസ് ഒക്കെ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ഇൻസൈഡർ ഓണർഷിപ്പ് 24.6% കാണാം. 14,499 എന്ന പ്രൈസിലാണ് ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 14,196 അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 196 എന്ന് പറയുന്ന ഹയർ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. മീഡിയൻ PE 3 വർഷത്തേത് 115 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 3.87 എന്നുള്ള വളരെ നേരിയ പെർസെൻറ്റേജ് മാത്രമാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഗ്രോത്ത് 66.6%, പ്രോഫിറ്റ് ഗ്രോത്ത് 56.3%. അപ്പോൾ ഈ സ്റ്റോക്കും ഒരു ഗ്രോയിങ് കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ആർക്കിൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. ഈ കമ്പനി പ്രധാനമായിട്ടും മറൈൻ കെമിക്കൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് ബ്രോമിൻ എന്ന കെമിക്കലാണ്. കൂടാതെ ഇൻഡസ്ട്രിയൽ സാൾട്ട്, പൊട്ടാഷ് സൾഫേറ്റ് തുടങ്ങിയവ വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ കമ്പനിയാണിത്. ഇതിൻ്റെ ഇൻസൈഡർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 22.9% അതിൻ്റെ ഹൈ പ്രൈസ് 838 രൂപ വരെ പോയിരുന്നു. കറണ്ട് പ്രൈസ് ഇപ്പോൾ 720 രൂപയിലാണെന്ന് കാണാൻ കഴിയും. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 14% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE 32.1% മീഡിയൻ PE 19.4 പക്ഷേ ഇതിൻ്റെ ഇൻഡസ്ട്രി PE 40.5 ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 33.6 എന്നുള്ള വളരെ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് ഇവരുള്ളത്. സെയിൽസ് ഗ്രോത്ത് പക്ഷേ കഴിഞ്ഞ 4 ക്വാർട്ടറിൽ -13%, പ്രോഫിറ്റ് ഗ്രോത്ത് -29%. കെമിക്കൽ സെക്ടറിൽ അണ്ടർ പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബിസിനസ്സിൽ ഡിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് KA ഇൻഡസ്ട്രീസ് ആണ്. KA ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ടും വയേഴ്സ് ആൻഡ് കേബിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ മാർക്കറ്റുകളിലും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണിത്. ഇൻസൈഡർ ഓണർഷിപ്പ് 18.7% ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഹൈ പ്രൈസ് ഓൾ ടൈം നോക്കുകയാണെങ്കിൽ 5040 വരെ പോയിരുന്നു. കറണ്ട് പ്രൈസ് ഇപ്പോൾ 4317 അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 14% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 63.9 മീഡിയൻ PE 34.6 ഇൻഡസ്ട്രി PE 41 അപ്പോൾ ഈ സ്റ്റോക്കും ഒരു എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10.5% സെയിൽസ് ഗ്രോത്ത് 17.6%, പ്രോഫിറ്റ് ഗ്രോത്ത് 23.2% ഒരു ഗ്രോയിങ് കമ്പനിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തത് പൈസാലോട്ട് ഡിജിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഡൽഹിയിലും ഹെഡ് ഓഫീസ് ആഗ്രയിലുമാണ്. ഇതിൻ്റെ ഒരു ഇൻസൈഡർ ഓണർഷിപ്പ് 16.3% കാണാം.
മാർക്കറ്റ് ക്യാപ്പ് 5453 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. ഇതിൻ്റെ ഹൈ പ്രൈസ് 99 രൂപ വരെയാണ് പോയത്. ഇപ്പോൾ ഉള്ള ഇതിൻ്റെ പ്രൈസ് 61 രൂപയാണ്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 38% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 30.2% ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 22.9 ആണ്. എന്നാൽ ഇതിൻ്റെ മീഡിയൻ PE 36.4 ആണ്. മീഡിയൻ PEയേക്കാൾ താഴെയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ PE. ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലിൽ നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 76% എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിലാണ് ഇവരുള്ളത്. അതുപോലെ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 42%, പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 59%. അപ്പോൾ വമ്പിച്ച ഒരു ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം വലിയൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അടുത്തത് ജൂപ്പിറ്റർ വാഗൺസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇവർ പ്രധാനമായിട്ടും മെറ്റൽ ഫാബ്രിക്കേഷൻ ബോഡീസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ച് റെയിൽവേ വാഗൺസും അതുപോലെയുള്ള വെഹിക്കിൾ വാഗൺസുകളൊക്കെ നിർമ്മിക്കുന്ന മറ്റ് കമ്പോണൻസും ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ ഇൻസൈഡർ ഓണർഷിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് 10.8% ആണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 748 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കറണ്ട് പ്രൈസ് 514 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 31% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്കുള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 60.9, മീഡിയം PE 28.9 ആണ്. ഈ സ്റ്റോക്ക് ഇനിയും എത്രയോ താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം റെയിൽവേ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൂമിൻ്റെ ഭാഗമായിട്ട് എല്ലാ റെയിൽവേ സ്റ്റോക്കുകളും പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്ക് മുന്നോട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 13%. എന്നാൽ സെയിൽസ് ഗ്രോത്ത് 49%, പ്രോഫിറ്റ് ഗ്രോത്ത് 104% വമ്പിച്ച ഒരു ഗ്രോത്തുമാണ്. സ്വാഭാവികം ഇതിൻ്റെ ഹൈ PE ന്യായീകരിക്കുന്ന വിധത്തിലുള്ള ഒരു വളർച്ച ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനമായിട്ട് 10ാമത്തെ സ്റ്റോക്ക് നമുക്ക് കാണുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് ആണ്. അപ്പോളോ ഹോസ്പിറ്റൽ ഏഷ്യയിലെ തന്നെ ഒരു എമേർജിംഗ് ഹെൽത്ത് കെയർ സർവീസ് ഇക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ്, അതേപോലെ ഫാർമസീസ്, പ്രൈമറി കെയർ ആൻഡ് ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക്, അതുപോലെ റീറ്റെയിൽ ഹെൽത്ത് മോഡൽസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ കമ്പനിയാണ് അപ്പോളോ ഹോസ്പിറ്റൽസ് ആൻഡ് എൻ്റർപ്രൈസസ്. ഇതിൻ്റെ ഇൻസൈഡർ ഓണർഷിപ്പ് 10.4% ആണെന്ന് കാണാൻ കഴിയും. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് 7320 ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കാണുന്ന പ്രൈസ് 7153 ആണ്. അതായത് 52 വീക്ക് ഹൈയിൽ നിന്നും വലിയ തോതിലൊന്നും താഴോട്ടേക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല. സ്റ്റോക്കിൻ്റെ PE 99.3 എന്നുള്ള വളരെ ഹൈ PEയിലാണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 55 ഉള്ളൂ, മീഡിയൻ PE 89 ആണ്. അപ്പോൾ എക്സ്പെൻസീവ് വാല്യൂഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 13% ഉള്ളൂ. സെയിൽസ് ഗ്രോത്ത് 14.5%, പ്രോഫിറ്റ് ഗ്രോത്ത് 55%. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഒരു ഓവർ വാല്യൂഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കറക്ഷന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതിനുള്ള ശരിയായ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളിൽ കൂടുതൽ പഠന വിധേയമാക്കേണ്ടതുണ്ട്. കാരണം പലതിൻ്റെയും വാല്യുവേഷൻ വളരെ ഹൈ ആണ്. 2-3 സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം വ്യക്തമാണ്. കാരണം ഇൻസൈഡേഴ്സ് നല്ല തോതിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളാകുമ്പോൾ ആ കമ്പനികളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വളരെ വർദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റോക്ക് വൻതോതിൽ മുന്നോട്ടേക്ക് കുതിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ PE വളരെ ഹൈയിൽ നമുക്ക് കാണാനുള്ള ഒരു കാരണം. അപ്പോൾ ഏതായാലും ഈ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകളെ വെച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.